ഇപ്പോൾ പുറത്തുവരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത പാകിസ്ഥാനിൽ മദ്രസകൾ കൂട്ടത്തോടെ പൂട്ടുന്നു എന്നുള്ളതാണ്. 10 ദിവസത്തേക്ക് മദ്രസകൾ അടച്ചിടാനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി ലക്ഷ്യമാക്കുന്നതിൽ മദ്രസകളും ഉണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ മദ്രസകൾ പൂട്ടുന്നതാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ പാക് മതകാര്യ ഡയറക്ടർ പറയുന്നത് ചൂട് കൂടുതലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ, അതുകൊണ്ടാണ് അടച്ചിടുന്നതെന്നാണ്. സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 445 മദ്രസകളുണ്ട്. ഇവിടങ്ങളിലായി 26,000 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. പാകിസ്ഥാനുള്ള ഈ മതപാഠശാലകൾ അധികവും നടത്തുന്നത് ഈ മുസ്ലിം സംഘടനകളും ഒപ്പം തന്നെ മറ്റ് അനുബന്ധ സംഘടനകളും ഒക്കെ തന്നെയാണ്. ഇത്തരം മദ്രസകൾ പലപ്പോഴും തീവ്രവാദ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നു എന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പലപ്പോഴും വാർത്തയായിട്ട് ഉള്ള കാര്യവും ഈ സമയത്ത് വിസ്മരിക്കാൻ കഴിയില്ല. പാകിസ്ഥാനിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ മിക്കതും പരിശോധിച്ചു കഴിഞ്ഞാൽ പള്ളികൾ കേന്ദ്രീകരിച്ചും മദ്രസകൾ കേന്ദ്രീകരിച്ചുമാണ് ഈ സ്ഫോടനം നടക്കുന്നത്. അതായത് തങ്ങളുടെ എതിരാളികൾ താമസിക്കുന്നതോ ഇല്ലെങ്കിൽ എതിരാളികൾ ആയുധം സൂക്ഷിക്കുന്നതായ ഗോഡൌണുകളാണ് പലപ്പോഴും മദ്രസകളായി പാകിസ്ഥാനിൽ മാറുന്നത്. നമ്മൾ ഈ അടുത്ത് കണ്ട വലിയൊരു ചാവേറാക്രമണം നടന്നത് പാകിസ്ഥാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മദ്രസയിലായിരുന്നു, ഖൈബർ പഖ്തൂൺ മേഖലയിലായിരുന്നത്. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞത് ചൂട് കൂടുന്നത് കൊണ്ടാണ് 10 ദിവസത്തേക്ക് അടച്ചിട്ടതെന്നാണ്. പക്ഷേ ഏത് ചൂടാണ് എന്നുള്ള കാര്യത്തിലാണ് സംശയം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.